അച്ഛാ എന്തോകളെ നഴ്സറിൽ അച്ഛൻ കൊണ്ടാക്കുവോ? അതെന്ത് എന്ത് പ്രത്യേക താല്പര്യം ഞാൻ കൊണ്ടാക്കണമെന്ന്? ഒന്നുമില്ല, വാ അച്ഛൻ. മക്കൾ പറ. ഈ രണ്ട് കൂട്ടുകാരുണ്ടേ. രണ്ടു കൂട്ടരുണ്ട് നഴ്സറിയില്? ഓ, ഞാനും അവരായിട്ട് അരക്കായിരുന്നു. ഓ, വഴക്കായിരുന്നാ? ഞങ്ങള് കൂട്ടായി. ഞാൻ കുറെ കഥകളൊക്കെ പറയും. പറഞ്ഞു കൊടുത്താ മക്കൾക്ക്? അപ്പനും അമ്മൂമ്മയും ഒക്കെ ഒരുപാട് കഥ പറഞ്ഞു പറയുന്നത്. അതൊക്കെ പറഞ്ഞു. ഞാൻ നേച്ചാൻ കൂടുതൽ പറഞ്ഞു അച്ഛനെ വെച്ച. അച്ഛനെ പറ്റി എന്ത് പറഞ്ഞു? അച്ഛൻ കളിക്കാൻ വരും, അടി കൂടും, അമ്മയായിട്ട് വരക്കൂടും എന്നൊക്കെ പറഞ്ഞു. ആണോ? അങ്ങനല്ലല്ലേ. സാധാരണ അമ്മയല്ലേ അച്ഛനടുത്ത് വഴക്കുണ്ടാക്കാൻ പറഞ്ഞത്? എന്തായാലും കൊച്ചു സത്യം പറഞ്ഞു പോയില്ലേ, ഇനി തിരുത്താൻ നിൽക്കണ്ട അല്ലേ? അച്ഛന് അവർക്കെല്ലാം കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അച്ഛൻ വരുവോ? പിന്നെ വരാതെ എന്തോ അടി, കൊച്ചു പിള്ളേരുടെ വലിയവർക്ക് വരെ എന്നെ കാണണം. അത് പിന്നെ ഈ ജോക്കറെ കാണാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി പാടി ജോക്കറെ കാണാണെന്ന്. എടി നിനക്ക് നിന്റെ വില അറിയൂടാ. പുറത്ത് ചെന്ന് ചോദിച്ചോ, അപ്പ അറിയാം പാലിന്റെ വില. ഇത് പറഞ്ഞപ്പോഴാ ഞാനല്ലേ ഓഫീസിൽ നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ അടുത്തില്ലേ അച്ഛൻ്റെ പണ്ടത്തെ കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. പറഞ്ഞിട്ട് ആള് വിശ്വസിക്കണില്ലെന്ന്. ഞാൻ പറയണൊക്കെ ഉള്ളാണോ ഇല്ലാന്ന് ആൾക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. നീ പണ്ടത്തെ കഥ ഏത് പറഞ്ഞു? പണ്ടത്തെ എല്ലാം അരിക്കഥകളൊക്കെ പറഞ്ഞ? ഓ, എല്ലാം പറഞ്ഞു. അയ്യടാ, അതൊക്കെ പറയുമ്പോ കണ്ണിൽ തിളക്കം കണ്ടടാ. ആൾക്കാർ അറിയട്ടടി ഇങ്ങനെ ആണൊരുത്തടെ ജീവിച്ചിരിപ്പണെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സുരേഷ് ഏട്ടൻ പറയും അച്ഛനെ നേരിട്ടൊന്ന് കാണണം, പിന്നെ അതുപോലെ തന്നെ ഒന്ന് കൂടണം എന്ന്. കൂടൂ ഇടയ്ക്ക് വല്ലപ്പോഴും. എനിക്ക് ഞാൻ കൂടാൻ തയ്യാറ്. സുരേഷൻ വേണം, പക്ഷെ നീ വേണ്ട. അത് വേണ്ട. അവന്റെ ജോലി സ്ഥലത്തെ ആൾക്കാരായിട്ട് നിങ്ങൾ കൂടാൻ നിൽക്കണ്ട. ആ കമ്പനി വേണ്ട. ഒരു ദിവസം ഒരേ ഒരു ദിവസം ഒന്ന് കലക്കി കൈ കൊടുത്തിട്ട് വരാന്ന്. കലക്കി കൈ എടുത്തിട്ട് അവിടെ നിൽക്കുള്ളൂ, പിന്നെ ഇങ്ങോട്ട് കയറൂല. എവളാ കാര്യം. മക്കളെ, നീ സുരേഷിന്റെ അടുത്ത് പറയുന്നത് നിന്റെ വീര ശൂര പരാക്രമ അച്ഛനെ അടക്കി ഭരിക്കുന്ന ഒരേ ഒരുത്തിയാണ് എവളാണെന്ന്. വേണമെങ്കിൽ ഒരു മയമില്ലാത്ത സ്ത്രീയാണെന്ന് കൂടെ പറഞ്ഞോ. വലിയ കുടുംബത്തിൽ രാജാവിനെ പോലെ കഴിഞ്ഞ എന്നെ ഇങ്ങനെ ജോക്കറാക്കിയത് ഇവളാണ്, അത് പറഞ്ഞോ. വലിയ കുടുംബത്തിൽ രാജാവിനെ കഴിഞ്ഞ ആള് ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് അമ്മ കാരണമെന്ന് കൂടെ പറഞ്ഞേക്കട്ടോ. പിന്നെ അങ്ങനെയല്ലേ? ഇതെന്തോ അമ്മയാണ് ഇവളൊറ്റ ഒരുത്തിയാണ് ഞാൻ ഇങ്ങനെ മണക്കൊണാഞ്ചനായത്. അല്ലെങ്കിൽ വലിയ കേസിൽ പ്രതി ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഗുണ്ടായാണ്. അറിയാം എനിക്ക് വെലസിൽ ഡോൺ ആണ്. കഥയൊക്കെ കേട്ട് ചിരിച്ചോണ്ട് നോട്ടാ. നീ ഇതുവരായിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, റെഡിയൊന്നും ആയിട്ടില്ലല്ലോ. ബാ നഴ്സറി പോണ്ടേ, ബാ റെഡിയാവാം. ചേച്ചി പോയെല്ലാം റെഡിയാക്കി വെക്കാനാ? ഞാൻ എന്താ നിന്റെ ജോലിക്കാരിയാ? വേണമെങ്കിൽ അയക്കോന്ന്. ഇങ്ങ് വന്നേ, ബാ. തീർച്ചയായും വരും. സുരേഷ് പറഞ്ഞിട്ടേ കൂടാന്ന് പറ. അത് വായിച്ച പിന്നെ പറയണേ, അപ്പോഴേക്കും എല്ലാം കാര്യമായിട്ട് എടുത്തോളാം. ഞാൻ ഫ്രീ ആണ്. ചിരിക്കണ എന്താണ് ഒരു ചിരിയൊക്കെ? ഒന്നുമില്ലേ? പിന്നെന്താ നീ കിടന്ന് ചിരിക്കണേ? ചേച്ചിയെ കണ്ടപ്പോ ചിരി വന്നു. എന്നെ കണ്ടപ്പോ ചിരി വന്നാ? എന്തോ കള്ളത്തരം ഉണ്ടല്ലോ പാറുവേ. എന്റെ ബാഗ് ഒന്ന് നോക്കട്ടെ. ഇങ്ങ് വരാനല്ലേ പറഞ്ഞേ? തൊട്ട് പോകരുത്, നാജ്ഞാപിക്കുന്ന. വിട്ടോ, മര്യാദക്ക് വിട്ടോ, ഇല്ലെങ്കിൽ എന്നെ ഇപ്പൊ മേടിക്കും. എന്തോന്ന് നിനക്ക് എന്തോന്ന് ലച്ചു? കൊച്ചിന് ബാഗ് കൊടുക്ക്. പിടി. അയ്യോ, ഗ്ലാസ് സ്പൂണും തവിയൊക്കെ എന്തിനത്? ഇപ്പൊ മനസ്സിലായാ അടുക്കളയിലെ സാധനങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നേന്ന്? പാറു, എന്തിനാ ഇതൊക്കെ? മോന്താൻ എന്തൊരു കള്ള വിഷമം? പാറു, ഇതും കൊണ്ട് തന്നെ നീ ക്ലാസ്സിൽ പോകുന്നേ? സത്യം പറ. ഇപ്പൊ നിന്റെ മുഖത്ത് വിഷമം മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നീ ഇവിടെ കിടന്ന് കരയും. മക്കളെ, ഇതെന്തിനാണ് സ്കൂളിൽ കൊണ്ടുപോണേ? കൂട്ടുകാരുടെ കളിക്കാൻ. അനിയത്തി സ്കൂളിൽ കൊണ്ടുപോണ ഐറ്റംസ് കണ്ടോ? ഇതൊക്കെ എന്തിനാ? ഗ്ലാസ് സ്പൂണൊക്കെ എന്തിനാടി? ഞങ്ങൾക്ക് അടുക്കള കളിക്കാൻ വേണ്ടി കൊണ്ടുവന്ന. അങ്ങനെ ഓ, പഴയ കഞ്ഞിയും കറി വെച്ച് കളി. അത് കൊള്ളാം. പക്ഷെ മോളെ ഇത് കൊണ്ടുപോണ്ട കേട്ടാ, ഇത് കൊണ്ടുപോണ്ട. അത് മേടിച്ചു വെച്ചേക്ക്. പാറുവേ, വാ നമുക്ക് ഇറങ്ങാം. എനിക്ക് സമയമായി പോവാൻ. ശരിയാക്കി തരാം. അച്ഛനും കൂടെ വാ. അച്ഛൻ വേണ്ട. നേരത്തെ അച്ഛൻ കൂടെ വരണമെന്നാണല്ലോ പറഞ്ഞത്. അതെ, നിനക്ക് നേരത്തെ ഫ്രണ്ട്സിനെ കാണിക്കണം എന്നല്ലേ പറഞ്ഞ അച്ഛനെ. പിന്നെന്ത് പറ്റി? അച്ഛൻ വേണ്ട. അതെന്ത്? ഇനി അച്ഛൻ വരണ്ടെന്നാ? ഇനിയാണ് അച്ഛൻ വരേണ്ടത്. അച്ഛാ, മര്യാദയ്ക്ക് എന്നെ കൂടെ വാട്ടാ. അതൊക്കെ കാര്യമുണ്ട്. അച്ഛോ, ലച്ചു ഇതൊക്കെ കണ്ടുപിടിച്ച ദേഷ്യത്തിലേ പാറു ലച്ചുനെ വഴിയിലിട്ട് പഞ്ഞിക്കിടുമെന്ന് പേടിച്ചിട്ടാണ്. പേടിത്തുണ്ടി. ഞാനൊന്നും ചെയ്യത്തില്ലെന്നാ.
എന്റെ അമ്മയ്ക്ക് അറിയോ ഇവക്ക് ദേഷ്യമുള്ള ദിവസമാണെങ്കിലുണ്ടല്ലോ പോകുന്ന വഴിക്ക് മൊത്തം എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് പോകും. എന്നിട്ട് കണ്ട ഇടവഴിയിലൊക്കെ ഓടി കയറുക, ഞാൻ മുമ്പിൽ നടക്കുമ്പോ പുറകെ കൂടെ കല്ലെറിയുക, പിച്ച മാന്ത ഒച്ച എടുക്കുക, ചിലപ്പോ റോട്ടിൽ ഇരിക്കുക അവള്. ഇമാതിരി പരിപാടി തന്നെ അവള് ചെയ്യണേ. ഇല്ലാത്ത കുറ്റമൊക്കെ എന്റെ തല കിട്ടും. ഇല്ലാത്ത കുറ്റമൊക്കെ എൻ്റെ തല കെട്ടി അയക്കുമെന്നാ ഇത് എവിടെ നിന്ന് പിടിച്ച ഡയലോഗ്? എൻ്റെ തെറ്റായിരിക്കും. ആയിരിക്കുമല്ലോ. അല്ലാണ്ട് ഇവിടെ നീട്ടെ പോ, സമയമായി പോ, ചെല്ല്. ആ നീ കുഴിപ്പളത്ത് പോകണോ? ആ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും. അടുത്ത അച്ഛന് കുറച്ച് മരുന്നൊക്കെ മേടിക്കാനുണ്ട്. അവിടുത്തെ മെഡിക്കൽ സ്റ്റോറിലൊന്നും കിട്ടൂലെന്നേ. അപ്പൊ പോകുന്ന വഴിക്കെല്ലാം മേടിച്ചോണ്ട് വേണം. പോവാം, വാ. കൈ പിടിച്ച് അമർത്തിന്നോള്. മാന്തിയാ? ആ മാന്തില്ല, വിരലി പിടിച്ച് അമർത്തി ഇങ്ങനെ വളച്ച്. ഒന്നും അറിയാത്തവരെ നിൽക്കണ നോക്ക്. എപ്പോഴും നിങ്ങളാരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. നീ നടക്ക്, എന്നെ മേത്തോട്ട് വരുത്. നട നീ. നടങ്ങോട്ട്. ആ നടക്ക്, പോട്ട് വരാമേ. ആ രണ്ടും നടക്ക്, പോ. ചെല്ലി ചെല്ലി ചെല്ലി. എന്തോ ദൈവമേ, എല്ലാവർക്കും കൊടുത്ത മക്കള് എനിക്കും തന്നു. ഇതുപോലെ മക്കൾ ശത്രുക്കൾക്ക് പോലും കൊടുക്കരുത്. ഇതാരീ പറയണത്? ഇതിന്റെ 10 ഇരട്ടി കാണിച്ചാലാണ് ഈ പറയണത്. എടാ വിഷ്ണു, അച്ഛൻ നേഴ്സറി പഠിക്കുമ്പോഴുള്ള കഥകളെ നെയ്യാറ്റേക്കിൻ്റെ അമ്മയും അമ്മനെ വിളയിലെ കുഞ്ഞമ്മയൊക്കെ പറയണ കേൾക്കണം. ഷോ സഹിക്കാൻ പറ്റില്ല. അത് ശരിയാണ്. പഠിക്കണ കാലത്ത് അച്ഛൻ മഹാകുഴപ്പക്കാരനായിരുന്നു. എപ്പോഴാ?